നമസ്കാരമുണ്ട് ചേട്ടന്മാരെ, ഒരു അർജന്റ് കേസുണ്ട്. എന്റെ ഇടവും വലവും നിൽക്കൂ. നമസ്കാരം, ജാലക കാഴ്ചയിലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സംസാരിക്കല്ലേ. പെരുമാൾപുരത്തെ ഒരു പ്രധാന വ്യക്തിയെ കുറിച്ചാണ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. TV ക്യാമറ മൈൻഡ് ചെയ്യാത്ത മലയാളിയാടെ. നാട്ടുകാരുടെ ഇൻട്രോയിലൂടെ വേണം സെൻട്രൽ ക്യാരക്ടർ എത്താൻ. എവിടെ നോക്കിയാണ് നടക്കുന്നത്? ട്യൂബ്ലൈറ്റ് പൊട്ടി കണ്ടില്ലേ? സോറി. പൊട്ടിച്ചിട്ട് പിന്നെ എന്തോന്ന് സോറി? അല്ല, ഞാൻ അത് പിന്നെ നിന്നെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. TV ചാനലിൽ. അപ്പൊ ഇന്ന് രാത്രി 5 പേരെ വെച്ച് ന്യൂസിൽ ചർച്ച ചെയ്യാനുള്ള വിഷയം കിട്ടിയല്ലോ. ട്യൂബ്ലൈറ്റ് പൊട്ടിയെന്നും പറഞ്ഞു. അങ്ങനെയല്ല. പിന്നെ ചേട്ടാ ഈ നാട്ടുകാരനാണല്ലോ. നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യോ? പോയടാ. നിന്നെ പോലെ ഈ TV-കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ലാൻ എന്തോ ആലോചിക്കുന്നത്. ഒന്ന് സൂം ചെയ്തേ. എന്താ ചേട്ടനെ ക്യാമറയിലൂടെ കാണാനേ എന്തൊരു ചന്തം. ഹിന്ദി നടനെ അമീർ ഖാൻ പ്ലാവിന്റെ മണ്ടയിൽ ഇരിക്കുന്നത് പോലുണ്ട്. സത്യം. ഫോക്കസ് ചെയ്ത് വെച്ചോ. എടുത്തിട്ട് ഞാൻ എന്നാ പിന്നെ ഊപ്പറാവോ. നമസ്കാരം, ജാലക കാഴ്ചയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാം എടുത്തോളെ. ഞാനുണ്ടല്ലോ അല്ലേ ഫ്രെയിമില്. പ്ലാവിലല്ല, കുത്തമ്പീനാറിന്റെ വണ്ടയിൽ വരെ ഞാൻ കുറിച്ചുവാ. നമസ്കാരം. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇതുവരെ കാണാത്ത ഏത് പരിപാടി തുടങ്ങുമ്പോഴും ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് പുതുമയുണ്ടായിട്ടാ? പുതുമയുണ്ടല്ലോ. എന്ത്? സാധാരണ ന്യൂസ് റൂമിൽ 2 കസേരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായത്തിന്റെ പേരിലാണല്ലോ കൊമ്പ് ഓർക്കുന്നത്. അതെ. പക്ഷെ ഇവിടെ ഒരേ കൊമ്പിൽ നിന്ന് നമ്മൾ അഭിപ്രായം പറയുന്നു. പുതുമയില്ലേ? പെരുമാൾ ദേശത്തിന്റെ ഈ ഉത്സവത്തിൽ CM പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി വരുന്നുണ്ടോ? മുഖ്യമന്ത്രി CM അല്ല, CM സിറ്റി മീഡിയ. ഇതിന്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? പെരുമാൾ ദേശം വലിയ സന്തോഷത്തിലാണ്. പക്ഷെ ചേട്ടന് അത്ര സന്തോഷമില്ല. അത് ഞാൻ പറയാം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറം തൊട്ട് ഇപ്പുറം വരെയുള്ള റോഡിന്റെ 2 സൈഡിലുള്ള എല്ലാ മരങ്ങളിലും നല്ല കളറായിട്ടുള്ള എലിമിനേഷൻ ബൾബുകളും ട്യൂബ്ലൈറ്റുകളും എല്ലാം ഞാൻ വെച്ച് കെട്ടി. നല്ല കാര്യമില്ലേ? പക്ഷെ ഫംഗ്ഷൻ പകലാണ്. ഞാൻ സമ്മതിക്കില്ല. മുതലാളി പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹത്തിന് സമ്മതമല്ലെന്ന്. മുതലാളിയുടെ സമ്മതം ആർക്ക് വേണം? അതെല്ലാം പെരുമാൾ ഒത്തീർപ്പാക്കിയല്ലേ പിടിച്ചിനെ പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നേ. പെരുമാൾ വേണ്ട അവിടെ പെരുമാളിന്റെ അടുത്ത് മാത്രം പ്രശ്നം ഒത്തീർപ്പാക്കിയാ പോരാ. ഇവിടെ നമ്മുടെ പിള്ള മുതലാളിയുടെ അടുത്ത് ഒത്തീർപ്പാക്കണം. എങ്കിലേ നിനക്കൊക്കെ ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും. അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി. കൽപ്പിക്കും മുതലാളി. നിങ്ങളുടെ 2 പേരുടെയും ബന്ധം ഇന്ന് തന്നെ വേർപെടുത്തണം. എന്നിട്ട് ഇവളുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് തറയിലടിക്കണം. അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നീ വാങ്ങണം. അത് കഴിഞ്ഞ് 2 ആളും 2 വഴിക്ക് വിട്ടോളണം. പിറ്റേ ദിവസം നാട്ടുകാരെയും കൂട്ടി നിങ്ങൾ 2 പേരും ഇവിടെ വരണം. അപ്പം നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും. അത് മതി. അതാണ് എനിക്കിഷ്ടം. പറഞ്ഞു കൊടുക്കടാ. എന്ത് തീരുമാനിച്ചു? ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച അയക്കെന്താ? അയാൾ മെനക്കെട്ട് ഇത്രയും പറഞ്ഞതല്ലേ? അച്ഛന്റെ പ്രായമല്ലേ? അതെങ്കിൽ സമ്മതിച്ചുകൂടെ? ഞങ്ങൾ സമ്മതിക്കില്ല. ഉറപ്പിച്ച മുതലാളിയെ പോലെ അല്ല, ഞാനങ്ങ് ഇറങ്ങും. ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. നിന്റെ പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും. എന്താ ഒരു പരിചയമില്ലാത്തതുപോലെ മണ്ടയിൽ വെച്ച് പരിചയപ്പെട്ടതല്ലേ? ഒറ്റ മിനിറ്റ്. വണ്ടി എടുക്കും. നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. എങ്ങോട്ട്? ഈ എപ്പിസോഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഈ ചാനലുകാരെ കൊണ്ട് വലിയ കുഴപ്പമാ രാഹുലേ. ഇത്തിരി വെളുപ്പും പൊക്കമുള്ള ആരെങ്കിലും കണ്ടാ പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കുക. എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ. ഹലോ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. കിങ് കോങ്. ജയന്റെ അതേ കട്ട്. എന്നെ ഇതുപോലെ ഏതോ നടന്റെ പേര് പറഞ്ഞാട്ടെ ഉമ്മാര് പറ്റിച്ചത്. ആരായിരുന്നു നടൻ? ഒന്ന് പറഞ്ഞു. ആലുമൂടായി. ജയൻ കറക്റ്റ് അല്ലേ? ജയൻ റെഡി. നീ വാടാ. എന്റെ കഴിവ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കഥ പറഞ്ഞിട്ട് പോകണം. എന്താണ് പേര്? രാഹുൽ. പക്ഷേ പേര് രൂപം തമ്മിൽ ഒരു മാച്ചും ഇല്ല. നമുക്കിവിടെ വേണ്ടത് ഈ നാടിന്റെ പൊതു സ്വഭാവത്തെ കുറിച്ച് പറയുക എന്നതാണ്. റെഡിയല്ലേ? റെഡിയാ. ക്യാമറ. പെരുമാൾ ദേശം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പണിയെടുക്കുന്നവരുടെ നാടാണ്. വിയർപ്പൊഴുകാതെ അഹങ്കാരം കഴിക്കാം,
ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ദേശക്കാര്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അധ്വാനിക്കുന്നില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ഈ കഥ തുടരുമ്പോ മനസ്സിലാവും. പിന്നെ അസൂയ കുശുമ്പ് കുന്നായ്മ അത് ഈ നാട്ടിലില്ല. അയ്യേ, അതുകൊണ്ടാണല്ലോ പോലീസുകാർക്ക് ഇവിടെ പണിയില്ലാത്തത്. ഇവിടത്തെ കൃഷിയിടങ്ങൾ കണ്ടുപിടിക്കാൻ പട്ടണങ്ങളിലെ സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ വരാറുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ ഇവിടെ കാണുന്നതിന് പ്രത്യേകിച്ച് ഫീസോ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വരുന്ന കുട്ടികൾ ഭൂമിയിൽ ഇറങ്ങി 5 മിനിറ്റ് പണിയെടുക്കണം. അതാണ് ഇവിടുത്തെ വ്യവസ്ഥ. ഒരു ഗ്രാമം ഒരേ മനസ്സോടെ കൃഷി ചെയ്യുന്നു. അത് കണ്ടുപഠിക്കാൻ പല ദേശത്തു നിന്നും ആളുകൾ വരുന്നു. പെരുമാൾ ദേശം ലോകത്തിന് മാതൃകയാവുകയാണ്. എന്തായാലും ഈ വിജയത്തിന് പിന്നിൽ ഇവിടുത്തെ കൃഷി ഓഫീസർ തന്നെയായിരിക്കും, അല്ലേ? അല്ലേ? പത്മജം, ദാ വരുന്നടി നമ്മുടെ മോൻ. അപ്പൻ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? ഓ, അപ്പം വലിയ മിടുക്കനായിരുന്നല്ലോ. ഒരു കാലത്ത് ദേശം വിറപ്പിച്ച വേലിപ്പിള്ളയുടെ മകനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഡേ, എന്റെ മോൻ ഭാഗ്യം ചെയ്തവനാ. കാരണം ഞാൻ പെരുമാളിനോടൊപ്പം ഓരോ പ്രാവശ്യം തോറ്റു വരുമ്പോഴും എന്റെ അപ്പനെ എനിക്ക് കൂട്ടിനില്ലായിരുന്നു. ആ കാര്യത്തിൽ എന്റെ മോൻ ഭാഗ്യം ചെയ്തവൻ. കാരണം ഇവൻ തോറ്റു തുടങ്ങിയപ്പോ ഇവന്റെ അപ്പനായ ഞാനും ഒപ്പം ഉണ്ടല്ലോ. ഒരുമിച്ച് തോക്കാനായിരിക്കും. അപ്പൊ പോടാ. ആ, ഇവര് യാത് നേരം നോക്കിയാലും അലുവൻ നെത്തോലി പീരാൻ പോലെയാണല്ലോ. ഡേ, നീ നെത്തോലി എന്ന് ഉദ്ദേശിച്ചാരെ? മുതലാളി തന്നെയാണ്. നെത്തോലി ഇപ്പൊ ഒരു ചെറിയ മീനല്ല മുതലാളി. ആണോ? ഓ, മതിയാകടാ. ഈ പെരുമാൾ ദേശം എനിക്ക് ഒരു ദിവസം ഭരിക്കണം. മുതലാളി മാടമ്പി ഭരണമൊന്നും ഇനി ഇവിടെ നടക്കൂല. അതൊക്കെ പണ്ട് ജനാധിപത്യ ഭരണം കൊണ്ടുവരാന്ന് വിചാരിച്ച ഇവിടെ രാഷ്ട്രീയവും ഇല്ലല്ലോ. അതുകൊണ്ടായിരുന്നെങ്കിൽ മുതലാളിക്ക് ഈ നാട് എങ്ങനെയെങ്കിലും ഭരിക്കായിരുന്നു. എങ്കിൽ രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവരുന്നു. എന്നാലോ? അത് കൊള്ളാം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലല്ലോ. താല്പര്യം ഉണ്ടാക്കണം. അതെങ്ങനെ? രാഷ്ട്രീയം പറഞ്ഞ ആൾക്കാരെ വശീകരിക്കാൻ പറ്റിയ ഒരുത്തൻ വരണം. അതിനാരാള്ള മുതലാളി? ഉണ്ട്, പാല തങ്കച്ച്. അങ്ങനെയാണെങ്കിൽ മുതലാളി ഇപ്പൊ അയാളെ വിളി. ഓക്കെ, ഇപ്പൊ സമയം എന്തായി? മണി 11. 11 മണിക്ക് ഞാൻ വിളിച്ച അയാൾ എന്നോട് ചോദിക്കും അന്തസ്സുണ്ടോടാന്ന്. അത് വേണ്ട, നാളെ രാവിലെ വിളിക്കാം. ആ സിംഹത്തെ, പാല തങ്കച്ച. അതെ, പാലാ തങ്കച്ചൻ. എന്നതാടാ അവന്മാരങ്ങനെ പറഞ്ഞു? എന്റെ തല പോസ്റ്ററിൽ കണ്ട സംഭാവന തരില്ലെന്ന് പറഞ്ഞു. എന്നതൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ഒരു കാര്യം ചെയ്, അപ്പുറത്തെ റേഷൻ കട മുതലാളി എടുത്ത് ചോദിക്കും. അവിടെ മാത്രമേ അവന്മാര് കേറാതുള്ളൂ. അയാൾ അവിടെ ഇല്ലെന്നോ? എടാ, പാടത്തോ പണിസ്ഥലത്തോ നോക്ക്, എല്ലാരും ബംഗാളികളാന്നോ? എടാ, മലയാളിയെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവൻ ബംഗാളി, തണലത്ത് കൊടയം പിടിച്ച് നോക്കി നിൽക്കുന്നവൻ മലയാളി. അവരെടുത്ത് ചോദിക്ക്. ആ, സാറാണോ പാലാ തങ്കച്ചൻ? അതെ, എന്നെ അറിയൂ. പിന്നെ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. വലിയ ശല്യമാണ്. എന്നാലും ഈ അണികൾ നിർബന്ധിക്കുമ്പോ എന്താ ചെയ്യാൻ ഒക്കുന്നത്? സാർ ഏത് പാർട്ടിയുടെ ആളാ? അങ്ങനെയൊന്നുമില്ല, ഭരണകക്ഷി. അല്ല, സാർ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടല്ലോ. എന്താ അതിന്റെ പേര്? നാക്കിലുണ്ട്, പറയാൻ പറ്റുന്നില്ല. ആ, പെരുമാൾ ദേശം. നല്ല ബ്രേക്ക് ആണല്ലോടാ. നീ എന്തിനാ ചവിട്ടിയത്? അല്ല, സാർ എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞേ? പെരുമാൾ ദേശം. സാറേ, ഇതാണ് സാറ് പറഞ്ഞ സ്ഥലം. ഓ, ഇവിടെ ഞങ്ങൾ നേരെ പോയാ മതി. അല്ല, അതിനകത്തേക്ക് വണ്ടി ഇല്ല പോയില്ല. സാറേ, എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. അതാ. ശരി ശരി, എത്ര രൂപയായി? 60 രൂപ. 60 രൂപയോ? നീ എന്നതായി പറയുന്നത്? ആ മീറ്റർ നോക്കി പറ. സാറേ, മീറ്റർ നോക്കിയാലും ഇല്ലെങ്കിലും 60 രൂപ. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓ, കൂടുതലാണേ. ദാ കൊണ്ടുപോ. 60. സാറേ, സാറിന്റെ ഡ്രസ് ഇട്ട് ഞാൻ സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? അനിയന്റെ ഒരു കാര്യം, ഞാൻ എവിടെ ചെന്നാലും ഒരണിയെങ്കിലും കാണും. ഉണ്ടാവും. എടുത്തോളൂ, എടുത്തോട്ടെ. സാർ ആ തൊളന്ന് കൈയിടുവോ? കിട്ടും. അടിപൊളി. അനിയൻ നോക്കട്ടെ. ഓ, ഞാനൊരു സംഭവം തന്നെ അല്ലയോ? പിന്നെ എന്താ ഗ്ലാമർ? സാറേ, സാർ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കുപ്പായം അല്ലാതെ വേറെ മാറാൻ തുണി വല്ലതും എടുത്തിട്ടുണ്ടോ? തൽക്കാലമില്ല. എന്നാലേ ഈ പൈസ സാറ് തന്നെ വെച്ചോ. എന്തോന്ന് ഓട്ടോ കാശ് തിരിച്ചു തരുന്നു? സാറേ, ഞാൻ ആദ്യമായിട്ടാ ഓട്ടോ കാശ് തിരികെ കൊടുക്കും. ഓ, അണി. സാർ അങ്ങോട്ട് കേറുന്നതിന് മുമ്പ് സാർ ആ കാണുന്ന ബോർഡ് ഒന്ന് വായിച്ചു നോക്കിയേ.
ബോർഡോ? ആ രാഷ്ട്രീയം പറയരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. രാഷ്ട്രീയക്കാർക്ക് പ്രവേശനം ഇവിടെ വരെ. അനിയ, വായിച്ചപ്പം മൊത്തത്തിലൊരു വശപ്പശക്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കൂ? എന്റെ സാറേ, കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ വിമുക്ത ഗ്രാമമാണിത്. സാറിനെന്നല്ല ഒരു രാഷ്ട്രീയക്കാർക്കും ഈ ഗ്രാമത്തിൽ സ്ഥാനമില്ല. ഇവിടെ ഈ കുപ്പായം ഇട്ട് ആദ്യമായിട്ട് കാലുകുത്തുന്ന ആള് സാറാണ്. ഏതാണ്ട് ചന്ദ്രനി പണ്ടാരാണ്ട് കാലുകുത്തിയ പോലെ. അതുകൊണ്ടാണ് എന്റെ ഫോണിൽ സാറിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചത്. നാളെ എന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ. അതെന്തിന്? ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ. അല്ലാതെ സാറിന്റെ ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നല്ല കുപ്പായം കേട്ടോ. താങ്ക്സ്.